സ്റ്റാലിനെയും കൊണ്ട് വൈജയ്ക്ക് മുൻപിലെത്തി ബാലചന്ദ്രൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴതോരും മുമ്പേൽ ബാലചന്ദ്രനും സ്റ്റാലിനും ഒന്നിക്കുകയാണ്. രണ്ടുപേരും അബദ്ധത്തിൽ വേർപെട്ടു പോയവരാണ്, രണ്ടുപേരും കബളിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ സ്റ്റാലിന് താൻ പറഞ്ഞത് കുറച്ച് കടന്നുപോയി, തെറ്റാണ് എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ സ്റ്റാലിൻ ബാലചന്ദ്രനോട് ക്ഷമ പറയുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ക്ഷമയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, നിങ്ങളും കബളിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് കാണാം. ഇതേ സമയം മിസ്റ്റർ മേനോൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്, എന്നെ അന്വേഷിച്ചു വരാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുന്നു. ഇതേ സമയം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയോ, അതൊന്നും ഇതുവരെയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബാലചന്ദ്രനാണെങ്കിൽ, കഴിഞ്ഞ 23 വർഷങ്ങളായി നിങ്ങളെ തേടി ഒരു പെൺകുട്ടി ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഏത് പെൺകുട്ടി, ആരുടെ പെൺകുട്ടി എന്ന് ചോദിക്കുന്നു സ്റ്റാലിൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? 23 വർഷങ്ങൾക്ക് മുമ്പ് വൈജ പ്രസവിച്ച നിങ്ങളുടെ കുഞ്ഞ് എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ എൻ്റെ കൂടെ വന്ന് അവളെ ഏറ്റെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കണമെന്ന് പറയുന്നു. വൈജ അവിടെ വലിയ പ്രശ്നമാണ്, വലിയ ഭൂകമ്പമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് അവളുടെ അച്ഛനായ നിങ്ങളെ കണ്ടെത്തി നിങ്ങളുടെ കൈകളിൽ അവളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവൾ സുരക്ഷിതരായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കൂടെ എന്തായാലും ഒന്ന് വരണം. കുറച്ച് വൈജയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനും അവളുടെ അഹങ്കാരത്തിന് തിരിച്ചടി കൊടുക്കാനുമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ്റെ കൂടെ സ്റ്റാലിൻ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കടപ്പാട്ടൂർ വീട്ടുകാരോട് സ്റ്റാലിനും പകയുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ. അങ്ങനെ കടപ്പാട്ടൂർ വീട്ടുകാരോട് പകയുള്ള സ്റ്റാലിനും വൈജയോട് പകയുള്ള നമ്മുടെ ബാലചന്ദ്രനും ഒന്നായിക്കൊണ്ട് തന്നെ വൈജയന്തിയേക്ക് ഇല്ലാതാക്കാനായിട്ട്, നശിപ്പിക്കാനായിട്ട് വരുന്നു. അങ്ങനെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് ബാലചന്ദ്രനും സ്റ്റാലിനും അലീനയും മക്കളും എല്ലാവരും വൈജയ്ക്ക് മുൻപിലേക്കും കുടുംബാംഗങ്ങൾക്ക് മുൻപിലേക്കും വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. സ്റ്റാലിനെ കണ്ടതും വൈജയന്തി ഞെട്ടി നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയും.